എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികളുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജിലേക്ക് ഈ ഒരു പേജ് ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. കുറച്ച് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അവിടുത്തെ നെറ്റ്വർക്ക് അനുസരിച്ച് സ്പീഡിൽ കിട്ടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജിൽ ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അതായത് ആ ഒരു മുകളിൽ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിലൊന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പറും, അതായത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു സ്ക്രീനിൽ തന്നെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കൊടുത്തിട്ടുണ്ടാവും. അതാണ് ക്യാപ്ച. അത് അവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്യാനായിട്ടൊരു ഭാഗമുണ്ടാവും. അവിടെ കൃത്യമായിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു പേജ് കുറച്ച് ലോഡ് ചെയ്യാനായിട്ട് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഡായിട്ട് കിട്ടുന്നതായിരിക്കും. അതായത് ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ആ ഒരു ലിങ്ക് നമുക്ക് നോക്കാം. അതായത് ആ ഒരു പേജ് ലോഡായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്നുകൂടി നോക്കാം. അപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു പേജ്, അതായത് ഈ ഒരു പേജ് ജസ്റ്റ് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണെന്നറിയില്ല. ജസ്റ്റ് നമുക്കൊന്നുകൂടി നോക്കാം. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗമാണ് കാണാൻ പറ്റുക. നിലവിൽ അതായത് ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് അതായത് ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നിങ്ങൾ ആ ഒരു സ്ക്രീനിൽ കാണുന്ന ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ ഒരു റിഫ്രഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേഞ്ച് ആവുന്നതാണ്. നിലവിൽ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഇവിടെ ജസ്റ്റ് ഒരു ബോക്സ് പോലെയൊക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അവിടെ ഇതുപോലുള്ളൊരു സിമ്പിളാണ് ഉണ്ടാവുക. അതായത് ഇതുപോലെ ഒരു സിമ്പിളാണ് ഉണ്ടാവുക. അതായത് ഒരു ഏറോ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു റിന്യൂ ബട്ടണാണ് ഉണ്ടാവുക. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒരു ബോക്സ് പോലെ, അതായത് ബോക്സിൽ ഈ ഒരു ക്രോസ് ചെയ്തിട്ടുള്ള, അതായത് ആ ഒരു സിമ്പിൾ കാണിക്കുന്നത്, ഈ ഒരു രീതിയിലുള്ള ഒരു പെട്ടി പോലെ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് നൽകിയ ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ട്രയൽ റിസൾട്ട്സ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് കാണാൻ പറ്റും. അത് പച്ച കളറിലാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഏത് സ്കൂളിലാണ് ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് അതായത് വ്യൂ ട്രയൽ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊക്കെ സ്കൂളുകളിലാണ് നിങ്ങൾ അടുത്തതായിട്ട് ഓപ്ഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്കൂളും അതുപോലെ ആ ഒരു സ്കൂളിലെ കോഴ്സും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കാം. അതുപോലെ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ നൽകിയ സ്കൂളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അലോട്ട്മെൻറ്റ് ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചുവപ്പ് കളറിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ നൽകിയ സ്കൂളുകളിൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ട് ഏതെങ്കിലും സ്കൂളിലേക്ക് ഓപ്ഷൻ പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അവിടുത്തെ റാങ്കും നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുമ്പോൾ അതായത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക്
ആ ഒരു ലോഗിൻ ചെയ്ത ശേഷം പിന്നീട് എഡിറ്റ് ആപ്ലിക്കേഷൻ ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എഡിറ്റ് ആപ്ലിക്കേഷൻ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾക്ക് ഈ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോക്കുക. അതായത് ഈ ഒരു നിർദ്ദേശങ്ങളിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യും മുമ്പായിട്ട് നിങ്ങളുടെ ജാതി, അതുപോലെ തന്നെ ഈ ഒരു ജാതിയുടെ കാറ്റഗറി വരും. അതായത് ആ ഒരു കാറ്റഗറിയൊക്കെ കൃത്യമായിട്ട് നോക്കുക. അത് ഇതിൽ അനക്സ്റ്റർ അല്ലെങ്കിൽ അപ്പൻഡിക്സ് 2 എന്നുള്ള രീതിയിൽ ഈ ഒരു വെബ്സൈറ്റിൽ ഏറ്റവും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ കാറ്റഗറി കൃത്യമായിട്ട് പരിശോധിക്കുക. നിങ്ങൾ ഏത് കാസ്റ്റിലാണ് ഉൾപ്പെടുന്നത് നോക്കുക, അതിൻ്റെ കാറ്റഗറി ഏതാണെന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അനക്സ്റ്റർ 2 എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിച്ച ശേഷം മെയ് 28 വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിപ്പോർട്ട് പരിശോധിക്കുന്നതും അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് പ്രകാരമുള്ള ജാതിയും കാറ്റഗറിയും അപേക്ഷ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. ഇത്തരം വിവരങ്ങൾ തെറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇത്തരം വിവരങ്ങൾ നിങ്ങൾ തെറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ SSLC റീവാലുവേഷൻ റിസൾട്ട് എന്തെങ്കിലും വന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള, അതായത് അത് നോക്കിയിട്ട് കൺഫേം ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമാണ് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അപേക്ഷയിൽ യാതൊരുവിധ തെറ്റുകളും ഇല്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ മെയ് 28 വൈകുന്നേരം 5 മണി വരെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് എഡിറ്റ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം മാത്രമേ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപേക്ഷയിൽ നിങ്ങളുടെ പേര് അതുപോലെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കാസ്റ്റ്, കാറ്റഗറി, റിലീജിയൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ അതിനൊക്കെ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതൊന്നും തെറ്റിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ട്രയൽ അലോട്ട്മെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു സ്കൂളിലും അഡ്മിഷൻ നേടാൻ പറ്റില്ല. അതുപോലെ പ്രവേശനത്തിനായിട്ട് ആദ്യ അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരുത്തുവാൻ സാധിക്കുന്ന വിഷയങ്ങൾ, അലോട്ട്മെൻറ്റിനെ നിർണായകമായി സ്വാധീനിക്കുന്ന ജാതി സംവരണ വിവരങ്ങൾ, ബോണസ് പോയിന്റ് ലഭിക്കുന്ന വിവരങ്ങൾ, താമസിക്കുന്ന പഞ്ചായത്തിൻ്റെയും താലൂക്കിൻ്റെ വിവരങ്ങൾ എന്നിവ സംബന്ധിച്ച് നിങ്ങളുടെ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. എല്ലാ അപേക്ഷകരും പ്രോസ്പെക്ടസിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള ജാതിയും കാറ്റഗറിയും തന്നെയാണ് രേഖപ്പെടുത്തിയുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്തരം വിവരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെടും. അതുകൊണ്ട് തിരുത്തലുകൾ വരുത്തുവാനുള്ള അവസാന അവസരം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. അതായത് നിങ്ങൾ ചാടി പുറപ്പെട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെയ് 28 വരെ ഇതിനുള്ള അവസരമുണ്ട്. തെറ്റായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുടെ അപേക്ഷയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ബോണസ് പോയിന്റ് ലഭിക്കുന്ന വിവരങ്ങൾ, അപേക്ഷൻ്റെ കാറ്റഗറി മുതലായ ഉൾപ്പെടെ അലോട്ട്മെൻറ്റിനെ ബാധിക്കുന്ന ഒന്നും സർട്ടിഫിക്കറ്റിലില്ലാതെ അവകാശപ്പെടരുത്. ഇങ്ങനെ ലഭിക്കുന്ന അലോട്ട്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതിരുന്നാൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അതുപോലെ സ്കൂളിൽ പോയാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയും ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നീട് എഡിറ്റ് ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങളിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് നിർദ്ദേശങ്ങളും നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.